Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. I thought it was landing. ലാൻഡ് എന്നാൽ ഇവിടെ അർത്ഥം താഴെ ഇറങ്ങുക എന്നുള്ള അർത്ഥമാണ്. ഇത് വിമാനാപകടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വാർത്തയാണ്. ഇറ്റ് എന്നതിന് ഇവിടെ അർത്ഥം വിമാനം എന്നുള്ള അർത്ഥമാണ്. ഐ തോട്ട് ഇറ്റ് വാസ് ലാൻഡിങ്. ഞാൻ കരുതി അത് ലാൻഡ് ചെയ്യുകയാണെന്ന്. വിമാനം താഴെ ഇറങ്ങുകയാണ് എന്നാണ് ഞാൻ കരുതിയത്. ഐ വിറ്റ്നസ് ദൃക്സാക്ഷി. ആര്യൻ അൻസാരി. ഈ സംഭവം നേരിൽ കണ്ടിട്ടുള്ള ആര്യൻ അൻസാരി. റിക്കോൾസ് ക്യാപ്ചറിങ് ഫൈനൽ മൊമെൻറ്റ്സ് ബിഫോർ എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ്. റിക്കോൾ എന്നാൽ ഓർമ്മിക്കുക എന്നാണ് അർത്ഥം. ഐ വിറ്റ്നസ് ആര്യൻ അൻസാരി റിക്കോൾസ്. ഈ ദൃക്സാക്ഷിയായിട്ടുള്ള ആര്യൻ അൻസാരി ഓർമ്മിക്കുന്നു. ക്യാപ്ചറിങ് ഫൈനൽ മൊമെൻറ്റ്സ്. അവസാനത്തെ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയിട്ടുള്ള ആര്യൻ അൻസാരി ഓർമ്മിക്കുന്നു ഈ എയർ ഇന്ത്യ പ്ലെയിൻ ക്രാഷ്. അതിനു മുമ്പുള്ള ആ ദൃശ്യം പകർത്തിയത് അദ്ദേഹം ഓർമ്മിക്കുന്നു. ദൃക്സാക്ഷിയായിട്ടുള്ള ആര്യൻ അൻസാരി പറയുകയാണ്, ഞാൻ കരുതി വിമാനം ലാൻഡ് ചെയ്യുകയാണെന്ന്. ഈ എയർ ഇന്ത്യ വിമാനം തകരുന്നതിന് മുമ്പ് അതിൻ്റെ അവസാനത്തെ നിമിഷങ്ങൾ മൊബൈലിൽ പകർത്തിയ ആര്യൻ അൻസാരി അത് ഓർമ്മിക്കുന്നു. ആര്യൻ അൻസാരി, എ യങ് വിറ്റ്നസ് ടു ദ ട്രാജിക് എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 ക്രാഷ് ഇൻ അഹമ്മദാബാദ് ഓൺ ജൂൺ 12. ഈ എയർ ഇന്ത്യ ഫ്ലൈറ്റ് 171 ഈ വിമാനം അപകടത്തിൻ്റെ ഈ ദൃക്സാക്ഷി ഇളം പ്രായക്കാരനായിട്ടുള്ള ആര്യൻ അൻസാരി, കൗമാരക്കാരനായിട്ടുള്ള ആര്യൻ അൻസാരി, ഈ ജൂൺ 12 ഈ അപകടം സംഭവിച്ചത്. ഹാസ് ഷെയർഡ്. ഈ ആര്യൻ അൻസാരി ഹാസ് ഷെയർഡ് പങ്കുവച്ചു ഹിസ് അക്കൗണ്ട് ഓഫ് ദ ഹാലോവിങ് ഇൻസിഡൻറ്റ്. ഹാലോവിങ് എന്നാൽ അർത്ഥം മഹാപീഡിതമായ എന്നുള്ള അർത്ഥമാണ്. അതിയായി മനോവേദന അനുഭവപ്പെടുത്തുന്ന. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം. ഈ മനോവേദന അനുഭവപ്പെടുത്തുന്ന ഈ സംഭവം അവൻ്റെ അക്കൗണ്ടിൽ, അവൻ്റെ ഇൻസ്റ്റഗ്രാം ഐഡിയിൽ പങ്കുവച്ചു. ഹി ഹാഡ് അൺഇൻറ്റൻഷനലി ക്യാപ്ചേർഡ് ദ വീഡിയോ ഇൻ ഹിസ് ഫോൺ. ഇൻറ്റൻഷനലി എന്നാൽ ഉദ്ദേശത്തോടെ എന്നുള്ള അർത്ഥമാണ്. അൺഇൻറ്റൻഷനലി എന്നാൽ ഉദ്ദേശിക്കാതെ എന്നുള്ള അർത്ഥമാണ്. കരുതി കൂട്ടിയല്ലാതെ. ഈ വിമാനം തകരാൻ പോകുകയാണ് എന്ന് അറിയാതെ കരുതിക്കൂട്ടിയല്ലാതെയാണ് അവൻ ഈ വീഡിയോ അവൻ്റെ ഫോണിൽ പകർത്തിയത്. ആര്യൻ സ്റ്റേറ്റഡ് ദാറ്റ്. ആര്യൻ പറഞ്ഞു, ദ പ്ലെയിൻ വാസ് പാസിംഗ് വെരി ക്ലോസ് ആൻഡ് ഹീ തോട്ട് ഓഫ് ക്യാപ്ചറിങ് ഇറ്റ് ഷോ ടു ഹിസ് ഫ്രണ്ട്സ്. ആര്യൻ സ്റ്റേറ്റഡ് ദാറ്റ്. ആര്യൻ പറഞ്ഞു, ദ പ്ലെയിൻ വാസ് പാസിംഗ് വെരി ക്ലോസ്. ആ വിമാനം വളരെ അടുത്തുകൂടെ കടന്നു പോകുകയായിരുന്നു. വളരെ താഴെ ആയിട്ടായിരുന്നു, വളരെ അടുത്തായിട്ടായിരുന്നു വിമാനം പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഹീ തോട്ട്. അവൻ കരുതി ഓഫ് ക്യാച്ചറിങ് ഇറ്റ് ഷോ ടു ഹിസ് ഫ്രണ്ട്സ്. അവൻ ഷോ എന്നാൽ കാണിക്കുക, ടു ഹിസ് ഫ്രണ്ട്സ് എന്നാൽ അവൻ്റെ സുഹൃത്തുക്കൾക്ക്. ആ വിമാനം വളരെ അടുത്തുകൂടെ കടന്നു പോകുകയായിരുന്നു, വളരെ താഴെയായിട്ട് കടന്നു പോകുകയായിരുന്നു. അപ്പോൾ അവൻ കരുതി അത് അവൻ്റെ സുഹൃത്തുക്കൾക്ക് കാണിച്ചു കൊടുക്കാമെന്ന് കരുതിക്കൊണ്ട് അവൻ ആ വീഡിയോ എടുത്തു. ആ പ്ലെയിൻ കടന്നു പോകുന്ന വീഡിയോ അവൻ എടുത്തു. ഹി റിക്കൗണ്ടഡ് ദാറ്റ്. റിക്കൗണ്ട് എന്നാൽ അർത്ഥം എടുത്തു പറയുക എന്നുള്ള അർത്ഥമാണ്. സംഭവങ്ങൾ വിവരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹി റിക്കൗണ്ടഡ് ദാറ്റ്. അവൻ സംഭവങ്ങൾ വിവരിച്ചു. ദി എയർക്രാഫ്റ്റ്. വിമാനം സൂൺ വെൻ ഡൗൺവേർഡ്സ്. സൂൺ എന്നാൽ പെട്ടെന്ന്, വൈകാതെ ആ വിമാനം ഡൗൺവേർഡ്സ് എന്നാൽ അർത്ഥം താഴോട്ട് എന്നാണ് അർത്ഥം. വെൻറ്റ് എന്നാൽ പോയി. വൈകാതെ ആ വിമാനം താഴോട്ട് പോയി. അപ്പിയറിങ് ദൃശ്യമായി. ആസ് ഇഫ് ഇറ്റ് വാസ് ഗോയിങ് ടു ലാൻഡ്. ആസ് ഇഫ് എന്നാൽ എന്ന പോലെ എന്നാണ് അർത്ഥം. ആ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുകയാണ് എന്ന പോലെയാണ് ആ വിമാനം കാണപ്പെട്ടത്. സിൻസ് ദ എയർപോർട്ട് വാസ് നിയർ ബൈ. സിൻസ് എന്നാൽ ആയതുകൊണ്ട്. എയർപോർട്ട് അടുത്തായതുകൊണ്ട് ആ വിമാനം ലാൻഡ് ചെയ്യാൻ പോകുകയാണ് എന്ന പോലെയാണ് കണ്ടിട്ട് തോന്നിയത്. ദ വൈറൽ വീഡിയോ ഓഫ് ദ ക്രാഷ്.
ഈ അപകടത്തിൻ്റെ വൈറലായിട്ടുള്ള വീഡിയോ റെക്കോർഡഡ് ബൈ ഹിം. അവനാൽ ആണ്, ഈ ആര്യൻ അൻസാരിയാൽ ആണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യപ്പെട്ടത്. ഈ വൈറലായിട്ടുള്ള വീഡിയോ വാസ് വൈഡ്ലി സർക്കുലേറ്റഡ്. വൈഡ്ലി എന്നാൽ പരക്കെ ആ വീഡിയോ പ്രചരിക്കപ്പെട്ടു ഓൺ സോഷ്യൽ മീഡിയകളിൽ പരക്കെ ഈ വീഡിയോ ദൃശ്യമായി പ്രചരിക്കപ്പെട്ടു. ഈ ആര്യൻ അൻസാരിയാൽ ആണ് ഈ ക്രാഷ് വീഡിയോ എടുക്കപ്പെട്ടത്, ഇത് റെക്കോർഡ് ചെയ്യപ്പെട്ടത്. വാട്ട് ഡിഡ് ആര്യൻ സേ? എന്താണ് ആര്യൻ പറഞ്ഞത്? ഇൻ കോൺവെർസേഷൻ വിത്ത് ANI എന്നുള്ളത് ന്യൂസ് ഏജൻസിയാണ്. ANIയുമായിട്ട് നടത്തിയിട്ടുള്ള സംഭാഷണത്തിൽ ആര്യൻ സെഡ് ദാറ്റ്, ആര്യൻ പറഞ്ഞു, ഹീ ഗോട്ട് സ്കയേർഡ്, അവൻ ഭയപ്പെട്ടു. വെൻ എന്നാൽ ആ സമയത്ത്. വെൻ ദി എക്സ്പ്ലോഷൻ ഒക്കേർഡ്, എക്സ്പ്ലോഷൻ എന്നാൽ പൊട്ടിത്തെറി, സ്ഫോടനം. പൊട്ടിത്തെറി, ഈ വിമാനം പൊട്ടിത്തെറിച്ച സമയത്ത്, ആ ശബ്ദം കേട്ട സമയത്ത് അവൻ ഭയപ്പെട്ടു. പ്രോംപ്റ്റിം, അവനെ പ്രചോദിപ്പിക്കുന്നു. ടു ഇൻഫോം, അറിയിക്കാൻ. ഹിസ് ഫാദർ ആൻഡ് സിസ്റ്റർ, അവൻ്റെ അച്ഛനെയും അവൻ്റെ സഹോദരിയെയും ഇത് അറിയിക്കാൻ അവനെ പ്രചോദിപ്പിക്കുന്നു. ഈ സംഭവം പ്രചോദിപ്പിക്കുന്നു. അവൻ ഭയപ്പെട്ടു ഈ വിമാനം പൊട്ടിത്തെറിച്ച സമയത്ത്. ഐ കെയിം ഹിയർ ഓൺ ജൂൺ 12, ജൂൺ 12 ഞാൻ ഇവിടെ വന്നത്. ദ പ്ലെയിൻ വാസ് പാസിംഗ് ഫ്രം വെരി ക്ലോസ്, വളരെ അടുത്തുകൂടെ പ്ലെയിൻ കടന്നു പോകുകയായിരുന്നു. സോ ആയതുകൊണ്ട് ഐ തോട്ട് ഓഫ് ഷൂട്ടിംഗ് എ വീഡിയോ, ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നി, അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചു. വിമാനം വളരെ അടുത്തുകൂടെ കടന്നു പോകുകയായിരുന്നു. ആയതുകൊണ്ട് ഐ കുഡ് ഷോ, എനിക്ക് എൻ്റെ സുഹൃത്തുക്കളെ, ഐ കുഡ് ഷോ ഇറ്റ് ടു മൈ ഫ്രണ്ട്സ്, ഈ വീഡിയോ എൻ്റെ സുഹൃത്തുക്കൾക്ക് എനിക്ക് കാണാൻ സാധിക്കും, കാണിപ്പിക്കാൻ സാധിക്കും. ഷോ എന്നാൽ കാണിപ്പിക്കുക. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ എടുക്കാൻ തീരുമാനിച്ചു. ദ പ്ലെയിൻ വെൻ ഡൗൺവേർഡ്സ്, വിമാനം താഴോട്ട് പോയി. ആൻഡ് ഐ തോട്ട് ഇറ്റ് വാസ് ഗോയിങ് ടു ലാൻഡ്, ഞാൻ കരുതി ഇത് ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്ന്. ആസ് ദ എയർപോർട്ട് വാസ് നിയർ ബൈ, ആസ് എന്നാൽ ആയതുകൊണ്ട്, എയർപോർട്ട് അടുത്തായതുകൊണ്ട് ഞാൻ കരുതി ഈ വിമാനം താഴോട്ട് പോയ സമയത്ത് അത് ലാൻഡ് ചെയ്യാൻ പോകുകയാണെന്ന്. ബട്ട് എന്നാൽ വെൻ ഇറ്റ് വെൻ ഡൗൺ, എന്നാൽ അത് താഴോട്ട് പോയ സമയത്ത് ഫ്ലെയിം സ്റ്റാർട്ടഡ് കമ്മിങ് അപ്പ്. ഫ്ലെയിംസ് എന്നാൽ ഇവിടെ തീജ്വാല എന്നുള്ള അർത്ഥം. ഫ്ലെയിം എന്നാൽ തീജ്വാല, ഫ്ലെയിംസ് തീജ്വാലകൾ. ഫ്ലെയിം സ്റ്റാർട്ടഡ് കമ്മിങ് അപ്പ്, തീജ്വാലകൾ പൊങ്ങി വരാനായിട്ട് ആരംഭിച്ചു. ആൻഡ് വി സോ ദാറ്റ് ഇറ്റ് ഹാഡ് എക്സ്പ്ലോഡഡ്, ആൻഡ് വി സോ ഞങ്ങൾ കണ്ടു, ദാറ്റ് ഇറ്റ് ഹാഡ് എക്സ്പ്ലോഡഡ് അത് പൊട്ടിത്തെറിച്ചു, അതാണ് ഞങ്ങൾ കണ്ടത്. ഐ വാസ് സ്കയേർഡ്, ഞാൻ ഭയപ്പെട്ടു. ഐ ഷോഡ് ദ വീഡിയോ ടു മൈ സിസ്റ്റർ, ഈ വീഡിയോ ഞാൻ എൻ്റെ സഹോദരിയെ കാണിച്ചു. ഐ ഓൾസോ ടോൾഡ് മൈ ഫാദർ എബൌട്ട് ഇറ്റ്, ഇതിനെപ്പറ്റിയിട്ട് ഞാൻ എൻ്റെ അച്ഛനോടും പറഞ്ഞു. സെഡ് ആര്യൻ, ഈ ദൃസാക്ഷിയായിട്ടുള്ള ആര്യൻ പറഞ്ഞു. 241 people died after an Air India flight crashed near the Ahmedabad airport on Thursday afternoon. 241 people, 241 ആളുകൾ ഡൈഡ് മരണപ്പെട്ടു. ആഫ്റ്റർ അതിനെ തുടർന്ന് an Air India flight crashed, ഒരു എയർ ഇന്ത്യ വിമാനം അപകടത്തിൽപ്പെട്ടു. നിയർ ദ അഹമ്മദാബാദ് എയർപോർട്ട്, അഹമ്മദാബാദ് എയർപോർട്ടിന് അടുത്തു വച്ച്. ഓൺ തേഴ്സ്ഡേ ആഫ്റ്റർനൂൺ, വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ്. ദ ലണ്ടൻ ബൗണ്ട് ഫ്ലൈറ്റ്, ലണ്ടനിലേക്ക് പോകുകയായിരുന്ന വിമാനം A171, ഈ വിമാനം ക്യാരിയിങ് 230 പാസഞ്ചേഴ്സ് ആൻഡ് 12 ക്രൂ മെമ്പേഴ്സ്. ക്യാരിയിങ് എന്നാൽ കൊണ്ടുപോകുകയായിരുന്നു എന്നാണ് അർത്ഥം. ക്രൂ മെമ്പേഴ്സ് എന്നാൽ ജോലിക്കാർ. വിമാനത്തിൽ 12 ജോലിക്കാരുണ്ടായിരുന്നു. ഇവരെയും 230 യാത്രക്കാരെയും വിമാനം ലണ്ടനിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ടുക്ക് ഓഫ്, പുറപ്പെട്ടു, ഈ വിമാനം പുറപ്പെട്ടു. അറ്റ് 1:17 PM, 1:17 വിമാനം പുറപ്പെട്ടു. ബട്ട് പക്ഷേ ബിഗാൻ ഡിസെൻഡിങ്, ബിഗാൻ എന്നാൽ ആരംഭിച്ചു, ഡിസെൻഡ് എന്നാൽ താഴോട്ട് ഇറങ്ങുക എന്നുള്ള അർത്ഥമാണ്.
പക്ഷേ വിമാനം താഴോട്ട് ഇറങ്ങാൻ ആരംഭിച്ചു. മിനിറ്റ്സ് ലേറ്റർ, മിനിറ്റുകൾക്ക് ശേഷം. 1:17 ഈ വിമാനം പുറപ്പെട്ടു. പക്ഷേ മിനിറ്റുകൾക്ക് ശേഷം വിമാനം താഴോട്ട് വരാൻ ആരംഭിച്ചു. ദി എയർക്രാഫ്റ്റ്, വിമാനം, ക്രാഷ്ഡ് ഇൻ ടു ദ BJ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ. ക്രാഷ്ഡ് ഇൻ ടു എന്നാൽ ഇടിച്ചു കയറുക എന്നുള്ള അർത്ഥമാണ്. ഈ വിമാനം BJ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഇടിച്ചു കയറി. കോസിംഗ്, കാരണമാകുന്നു. ഫെർദർ കാഷ്വാലിറ്റീസ് ഓൺ ദി ഗ്രൗണ്ട്. കാഷ്വാലിറ്റീസ് എന്നാൽ അത്യാഹിതങ്ങൾ, കൂടുതൽ അത്യാഹിതങ്ങൾക്ക് കാരണമാകുന്നു. ഓൺ ദ ഗ്രൗണ്ട് എന്നാൽ തറയിൽ, ഭൂമിയിലുള്ള താഴെ ഉള്ള ആളുകൾ മരണപ്പെടുന്നതിലേക്കും ഇത് കാരണമാകുന്നു. കൂടുതൽ അപകടങ്ങൾക്ക് ഇത് കാരണമാകുന്നു, അതിലേക്ക് നയിക്കുന്നു. എയർ ഇന്ത്യ ഹാസ് കൺഫേംഡ്, എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. ദ ഡെത്ത് ടോൾ, മരണസംഖ്യ എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. വിത്ത് ഓൺലി 1 പേഴ്സൺ സർവൈവിങ് ദ ക്രാഷ്. ഇങ്ങനെയാണ് എയർ ഇന്ത്യ മരണം സ്ഥിരീകരിച്ചത്. ഒരു വ്യക്തി മാത്രം ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. ഇതിൻ്റെ മരണനിരക്ക് എയർ ഇന്ത്യ സ്ഥിരീകരിച്ചു. ബാക്കിയുള്ള ആ വിമാനത്തിലുണ്ടായിരുന്ന എല്ലാവരും മരണപ്പെട്ടു. ദ ലോൺ സർവൈവർ, സർവൈവർ എന്നാൽ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട വ്യക്തി. ലോൺ എന്നാൽ ഏകനായ എന്നുള്ള അർത്ഥമാണ്. ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഏകനായ വ്യക്തിയും. ആൻഡ് സെവറൽ ഇഞ്ചേർഡ് ഇൻഡിവിജ്വൽസ്, ഇൻഡിവിജ്വൽസ് എന്നാൽ വ്യക്തികൾ. സെവറൽ എന്നാൽ ഒരുപാട്, ഇഞ്ചേർഡ് എന്നാൽ പരിക്കേറ്റ. ഈ ഏകനായിട്ടുള്ള ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ട ഒരേ ഒരു വ്യക്തിയും പരിക്കുകളേറ്റിട്ടുള്ള, വിമാനത്തിന് പുറത്തുണ്ടായിരുന്ന പരിക്കുകളേറ്റിട്ടുണ്ടായിരുന്ന മറ്റുള്ള വ്യക്തികളും, ഒരുപാട് വ്യക്തികളും, ഇൻക്ലൂഡിങ് എന്നാൽ അടക്കം, MBBS സ്റ്റുഡൻസ്, ഈ MBBS സ്റ്റുഡൻസ് വിദ്യാർത്ഥികളടക്കം മറ്റുള്ള അനവധി പേരും, അതുപോലെ ഈ വിമാനാപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടുണ്ടായിരുന്ന അതിലുള്ള ഏക വ്യക്തിയും ആർ കറൻലി റിസീവിംഗ് ട്രീറ്റ്മെൻറ്റ് അറ്റ് സിവിൽ ഹോസ്പിറ്റൽ അഹമ്മദാബാദ്. അഹമ്മദാബാദ് സിവിൽ ഹോസ്പിറ്റലിൽ ഈ വ്യക്തികൾക്ക് ചികിത്സ നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോറിറ്റീസ് ഓൺ സൺഡേ സ്റ്റേറ്റഡ് ദാറ്റ്, ഞായറാഴ്ച അധികാരികൾ പറഞ്ഞു, ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു, 4 മെഡിക്കൽ സ്റ്റുഡൻസ് ഓഫ് ദ BJ മെഡിക്കൽ കോളേജ് ആൻഡ് their relatives have died so far. റിലേറ്റീവ്സ് എന്നാൽ ബന്ധുക്കൾ, ഹാഫ് ഡൈഡ് എന്നാൽ മരണപ്പെട്ടിട്ടുണ്ട്, സോഫാർ എന്നാൽ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഈ അധികാരികൾ പറഞ്ഞു ഞായറാഴ്ച ദിവസം BJ മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികളും അതുപോലെ അവരുടെ ബന്ധുക്കളും മരണപ്പെട്ടിട്ടുണ്ട്. ബ്രിങ്ങിങ് ദ ഡെത്ത് ടോൾ ഇൻ ദ ഫ്ലൈറ്റ് മിസ്ഹാപ്പ് ടു 250. ബ്രിങ്ങിങ് ദ ഡെത്ത് ടോൾ, മരണനിരക്ക് കൊണ്ടെത്തിച്ചു. ഇൻ ദ ഫ്ലൈറ്റ് മിസ്ഹാപ്പ് എന്നാൽ അപകടം എന്നുള്ള അർത്ഥമാണ്. ഈ വിമാനാപകടത്തിലുണ്ടായിട്ടുള്ള മരണനിരക്ക് കൊണ്ടെത്തിച്ചു. 250 ആളുകൾ മരണപ്പെട്ടു. ഈ ഒരു മരണനിരക്കിലേക്ക് ഈ അപകടം കൊണ്ടെത്തിച്ചു. അത് അധികാരികൾ ഞായറാഴ്ച പറഞ്ഞു.